ഹലോ, വെൽക്കം ടു എക്സാം വൈ ലേണിംഗ്. വെക്കേഷൻ തുടങ്ങുമ്പോൾ ഏകദേശം എല്ലാ പാരൻസിനും എന്ന് പറഞ്ഞ പോലെ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് മക്കൾ ഫുൾ ടൈം ഫോണിലാണ് എന്നുള്ളത്. ഞാൻ പറയുന്നത് ഈ ഫുൾ ടൈം ഫോണിലാണ് എന്നുള്ള ഈ ഒരു വേർഡ് ഉണ്ടല്ലോ, അത് നമ്മൾ കുറച്ചുകൂടി സ്പെസിഫിക് ആക്കണം എന്നുള്ളതാണ്. കുട്ടികൾ ഫുൾ ടൈം ഫോണിലാണോ അതോ ഫുൾ ടൈം സോഷ്യൽ മീഡിയയിലാണോ? ഇതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഇത് രണ്ടും രണ്ടാണ്. കാരണം നമ്മളിങ്ങനെ നോക്കുമ്പോൾ എന്താ, കുട്ടി ഇങ്ങനെ കുറേ നേരം ഫോൺ ഉപയോഗിക്കുന്നു, ഒരു ഡിവൈസ് ഉപയോഗിക്കുന്നു. ഇതാണ് നമ്മൾ കാണുന്നത്. ശരിയാണ്, ഡിവൈസ് ഉപയോഗിക്കുന്നതിന് അതിൻ്റെതായ കുറേ പ്രശ്നങ്ങളുണ്ട് അല്ലേ. ഒരുപാട് നേരം ഡിവൈസിൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ സ്ക്രീൻ ടൈം കൂടുക എന്ന് പറയുന്നതിന് ആരോഗ്യപരമായി അല്ലെങ്കിൽ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് രണ്ടും സ്പെസിഫിക് ആക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോണിൽ എന്താ ചെയ്യുന്നത്? ഗെയിം കളിക്കുകയാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആപ്പ് ഉപയോഗിച്ച് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ, വീഡിയോ എഡിറ്റ് ചെയ്യാനോ, ഇങ്ങനെയുള്ള വല്ല കാര്യങ്ങളോ ആണോ ചെയ്യുന്നത്? അതല്ല സോഷ്യൽ മീഡിയ ആണോ? ഇത് രണ്ടും എൻ്റയർലി ഡിഫറൻ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ്റയർലി ഡിഫറെൻറ്റ്. കാരണം നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും അതേപോലെ തന്നെ നമ്മുടെ സാമൂഹികമായ ഇടപെടലുകളെയും എല്ലാ നിലക്കും ബാധിക്കുന്ന കാര്യമാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സമയം ഉപയോഗിക്കുക എന്ന് പറയുന്നത്. എന്നാൽ അതേ സമയത്ത് ഫോൺ ഉപയോഗിക്കുക എന്ന് പറയുന്നതിന് അതിൻ്റെ ചില കോൺസിക്വൻസുകളൊക്കെ ഉണ്ടെങ്കിലും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി ലെസ് പ്രോബ്ലമാറ്റിക്, റൈറ്റ്? അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഗൗരവകരമായി നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ശരിയാണ്, ഇത് സ്ക്രീൻ ഏജ് ആണ് അല്ലേ. സ്ക്രീൻ ഏജേഴ്സ് എന്നാണ് നമ്മൾ ഇപ്പോഴുള്ള ടീനേജേഴ്സിനെ നമ്മൾ പറയാറുള്ളത്. അപ്പോൾ സ്ക്രീൻ ഏജേഴ്സൊക്കെ തന്നെയാണ്. അവരിൽ നിന്ന് കംപ്ലീറ്റ്ലി സ്ക്രീന് മാറ്റുക, മൊബൈൽ മാറ്റുക, ഡിവൈസ് മാറ്റുക എന്നുള്ളത് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ്. അവർ ഉപയോഗിക്കുന്ന സ്ക്രീൻ ടൈം അത് കുറച്ചുകൂടിയൊക്കെ ഒരു ലെസ് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് എങ്ങനെ വഴിതിരിച്ചു വിടാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, അവർക്ക് ഈ പറഞ്ഞതുപോലെ വല്ല വീഡിയോ എഡിറ്റിംഗ് അല്ലെങ്കിൽ ഫോട്ടോ എഡിറ്റിംഗ്, ഫോട്ടോ ക്യാപ്ചറിങ്, അതേപോലെ തന്നെ എന്തെങ്കിലും കുറച്ചുകൂടി നമുക്ക് ബുദ്ധിപരമായി പിന്നെ വികാസം ഉണ്ടാകുന്ന തരത്തിലുള്ള ഗെയിമുകൾ അല്ലേ, അങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്കും വഴിതിരിച്ചു വിടാൻ ഒരു പക്ഷേ നമുക്ക് സാധിക്കും. അതുകൊണ്ട് കുറച്ചുകൂടി പ്രൊഡക്റ്റീവായ സ്ക്രീൻ യൂസേജ് എന്ത് ചെയ്യാൻ സാധിക്കും? അതിന് ഒരുപാട് വഴികളുണ്ട്. അത് നമ്മുടെ ചാനലിലും കഴിഞ്ഞ ഒരുപാട് വീഡിയോകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനിയും അത്തരത്തിലുള്ള വീഡിയോകൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ആ രൂപത്തിൽ പ്രൊഡക്റ്റീവായ യൂസേജിലേക്ക് അത് മാറ്റാൻ നമ്മൾ ശ്രമിക്കുക. പരമാവധി സോഷ്യൽ മീഡിയ ഉപയോഗം, പ്രത്യേകിച്ചും ഒരു 13 വയസ്സിന് താഴെയുള്ള അല്ലെങ്കിൽ 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് ചെയ്യേണ്ടത്. പല രാജ്യങ്ങളിലും, പല വികസിത രാജ്യങ്ങളിലടക്കം ചെറിയ കുട്ടികൾക്ക്, 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ബാനാണ്. അതെന്തുകൊണ്ടാണ്? അത് വെറുതെ ഉണ്ടാക്കുന്നതല്ല. വളരെ കൃത്യമായി വർഷങ്ങളോളം ഡിസ്കസ് ചെയ്ത് പോളിസി മേക്കേഴ്സ് എടുത്ത ഒരു ഡിസിഷനാണ് ഈ ചെറിയ കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ വേണ്ട എന്ന് പറയുന്നത്. ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം ഒന്നാമത്തത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അറ്റൻഷൻ സ്പാനുമായി ബന്ധപ്പെട്ടുള്ള ഒരു മിനിറ്റാണ് ഒരു റീൽ അല്ലേ, അല്ലെങ്കിൽ 1.5 മിനിറ്റാണ് ഒരു റീൽ. അപ്പോൾ ഒരു മിനിറ്റിനപ്പുറത്തേക്ക്, ഒരു 1.5 മിനിറ്റിനപ്പുറത്തേക്ക് ഒരു സ്ഥലത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അറ്റൻഷൻ സ്പാൻ മാറുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ഏജ് അപ്രോപ്രിയേറ്റ്നെസ് ആണ്. അതായത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വളരെ വിശാലമായൊരു ചന്തയാണ് അല്ലേ. അവിടേക്ക് കയറി ചെല്ലുന്ന ആർക്കു മുമ്പിലേക്കും ഏത് തരത്തിലുള്ള കോണ്ടന്റുകളും എന്ത് ചെയ്യാണ്, സജസ്റ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആ പ്രായത്തിനനുസരിച്ച് മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. നമ്മൾ പൊതുവെ പറയാറുണ്ട്, ഇത് നീ അറിയേണ്ട കാര്യമല്ല, കുട്ടികൾ അറിയേണ്ട കാര്യമില്ല, അത് മുതിർന്നവർ സംസാരിച്ചോളും എന്നൊക്കെ നമ്മൾ പണ്ട് പല വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. പക്ഷേ ഇപ്പം അത് പറയാൻ പറ്റും. ഇന്ന് സോഷ്യൽ മീഡിയയിലേക്ക് കയറുന്ന ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുമ്പിലേക്ക് എല്ലാം തുറന്നിടപ്പെടുകയാണ്. അപ്പം അതിൻ്റേതായ കുറേ പ്രശ്നങ്ങളുണ്ട് അല്ലേ. ചെറിയ കുട്ടികൾ ഡിസ്കസ് ചെയ്യേണ്ടതല്ലാത്ത, അവരറിയേണ്ടതല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അവരിലേക്ക് എക്സ്പോസ്ഡ് ആകുന്നു, അവരതിലേക്ക് ഇൻവോൾവ് ആകുന്നു. അങ്ങനെ പലതരത്തിലുള്ള കുരുക്കുകളിലേക്ക് അവരെത്തിപ്പെടുന്നു. ഇതൊക്കെ നമ്മളുടെ നിത്യജീവിതത്തിൽ നമ്മുടെ മുമ്പിൽ കാണുകയാണ്. അപ്പോൾ വളരെ ഗൗരവത്തോടുകൂടി ഫോൺ ഉപയോഗവും സോഷ്യൽ മീഡിയ ഉപയോഗവും വേർതിരിച്ച് മനസ്സിലാക്കുകയും ഫോൺ ഉപയോഗത്തിന് കുറച്ചുകൂടി പ്രൊഡക്റ്റീവായ എന്തൊക്കെ രൂപം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, എന്തൊക്കെ അതിന് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഡിസ്കഷനിലേക്കും അത്തരം ഒരു ആ നിലക്കൊന്ന് വഴിതിരിച്ച് വിടാനുള്ള ശ്രമവും ഒരു ഭാഗത്ത് നടത്തുക. സോഷ്യൽ മീഡിയ എത്രത്തോളം ഒഴിവാക്കാൻ പറ്റുമോ, എത്രത്തോളം അത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുകയും, ഇനി ചെയ്യുകയാണെങ്കിൽ തന്നെ ഇൻ കേസ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അക്കൗണ്ട് ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഓൾറെഡി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ് എങ്കിൽ തന്നെ നമ്മുടെയൊക്കെ ഒരു പിന്നെ മേൽനോട്ടത്തിൽ മാത്രം ആ ഉപയോഗം ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് ഈ ഒരു വെക്കേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആരോഗ്യപരമായി, അതേപോലെ തന്നെ നമ്മുടെ ഇനി അങ്ങോട്ടുള്ള അല്ലേ നമ്മുടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് തരത്തിൽ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങളെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്, സാമൂഹിക ജീവിതത്തെ അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ആ ഒരു കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു ഡിമാർക്കേഷൻ കൃത്യമായി മനസ്സിലാക്കാനും അത് നിയന്ത്രിക്കുവാനും പാരൻസിന് സാധിക്കേണ്ടതുണ്ട്. അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്.